അപ്പൊ ഇന്ന് രാവിലത്തേക്ക് ചോറ് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നത്തെ പോലെ ഇന്ന് രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രിയിൽ തന്നെ ചോറ് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റൈസ് കുക്കറിലോട്ട്. അപ്പൊ ഇന്ന് രാവിലത്തേക്കുള്ള ചായക്കുള്ള പരിപാടി മാത്രം നോക്കിയാൽ മതി. ഇന്നാണെങ്കിൽ ചപ്പാത്തി ആട്ടോ ഞാൻ ചുടുന്നത്. എനിക്ക് ഈ ചപ്പാത്തി ചുടുന്നത് വലിയ ഇഷ്ടമില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇത് കുഴച്ച് പിടിച്ച് വരുമ്പോഴത്തേക്ക് ഒരു ടൈം ആവും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വർക്കിനും പോണോണ്ട് ഇതിനൊക്കെ ടൈം കിട്ടുന്നത് ഭയങ്കര കുറവാണ്. പിന്നെ ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കാണ്. പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ ഏലക്കച്ചായിട്ട് വെക്കുന്നത്. എനിക്ക് ഈ ലൈറ്റർ എപ്പോഴും ഇവിടെ വെച്ചെന്നുള്ള മറവി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്ന് ആ പേപ്പർ വെച്ചിട്ടാണ് കത്തിച്ചിട്ടുള്ള അടുപ്പ്. പിന്നെ ഇത് ആ ചോറൊന്ന് തിളപ്പിച്ചിട്ട് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ടോ, നിറയെ ഏലക്ക ഇടുന്നുണ്ട്. പിന്നെ പതിവ് പോലെ തന്നെ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ. പിന്നെ ഞാൻ ചപ്പാത്തി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ തടയി കൊടുത്തിട്ട് ഞാനിത് ആ പരത്തി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ചോറ് ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. അത് വേഗം ഇറക്കി വെച്ചിട്ട് ചപ്പാത്തി പരത്താൻ നിൽക്കുന്നുണ്ട്. ഈ ചപ്പാത്തി എനിക്ക് മടിയുള്ളത് കാരണം വേറൊന്നുമല്ല, ഈ രാവിലെ എണീറ്റിട്ട് ഈ ചപ്പാത്തി പരത്തുന്ന കാര്യം ഒരിത്തിരി റിസ്ക് തന്നെയാണ്. കാരണം സാധാരണ പൊടി പൊടിച്ച് വരുമ്പോൾ ഭയങ്കര പാടായിരിക്കും കേട്ടോ. പക്ഷെ ആശീർവാദന്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിൾ ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാനും വേണ്ടിയിട്ട്. പിന്നെ വേഗം തന്നെ നെയ്യൊക്കെ ഓയിലൊക്കെ ഒഴിച്ച് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇന്നലെ രാത്രി വെച്ച പരിപ്പറി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ ഉച്ചക്കത്തേക്ക് വർക്കിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാമ്പാർ ഇന്നലെ രാത്രി എനിക്ക് വീട്ടിൽ നിന്ന് കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചോറ് ഊറ്റണം കേട്ടോ. ഇനി ചോറ് ഊറ്റുന്ന പരിപാടിയൊക്കെ ഐനൂസിനെ ഇറക്കി കഴിഞ്ഞിട്ട് വേണം. ഐനൂസ് ആണെങ്കിൽ അപ്പോഴത്തേക്ക് ഉറക്കം എണീറ്റ് വന്നിട്ടുണ്ടേ. പിന്നെ എൻ്റെ ഉറക്കത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അവൾക്ക് രാവിലെ എണീക്കുമ്പോൾ ഞാൻ കുറച്ച് നേരം എടുത്ത് ഇങ്ങനെ നിൽക്കണം, എന്നാലും അവൾ ആ ഒരു ചിത്താങ്കമൊക്കെ ഒന്ന് മാറുള്ളൂ. അപ്പോഴത്തേക്ക് ചോറ് സെറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ ഊറ്റി മാറ്റുന്നുണ്ട്. ആ പാത്രമുള്ള ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയും നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.